നമുക്കൊരു ദിവസം വയ്യാതെ ആയാൽ എന്ത് ചെയ്യും അല്ലേ? ഇപ്പം നമ്മൾ 3 പേരും ആട്ടോ ഈ വീട്ടിലുള്ളത്. ഞാനും ഏട്ടനും വേദയും. ഏട്ടനാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു വക കുക്ക് ചെയ്യാനോ ഒന്നിനും അറിയത്തില്ല. അമ്മ എന്നാൽ അതിന് വേണ്ടി ഏട്ടനെ പഠിപ്പിച്ചിട്ടില്ല കേട്ടോ. ഞാനും പിന്നെ അത് ചെയ്ത് ഇത് ചെയ്യുമെന്ന് പറഞ്ഞ് ഏട്ടനെ വിളിക്കാറുമില്ല. ഏട്ടൻ ഇന്നുവരെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ചായ ഇടാൻ ഞാൻ ഒരു ദിവസം നിവർത്തി കെട്ട് ഞാൻ പഠിപ്പിച്ചു. കാരണം രാവിലെ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. രാവിലെ തുടങ്ങും ചായ ഇട്ട് തരുമോ ചായ ഇട്ട് തരുമോ എന്ന് ചോദിച്ചിട്ട്. അതുകൊണ്ട് ചായ ഇടാൻ ഞാൻ ഏട്ടനെ പഠിപ്പിച്ചു. അതുകൊണ്ട് ഇപ്പോൾ ചായ ഇടുന്ന കാര്യത്തിൽ വലിയ കുഴപ്പമില്ല കേട്ടോ. അല്ലാതെ ഒരു സാധനം ഉണ്ടാക്കാൻ അറിയത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളൊക്കെ ഒന്ന് വയ്യാതായാൽ എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങുക, അത് മാത്രമേ ഉള്ളൂ ഓപ്ഷൻ കേട്ടോ. 3 നേരവും പുറത്തുനിന്നൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ അതൊരു വല്ലാത്തൊരു വയ്യായിക പോലെ തന്നെ അല്ലേ? വയ്യായികയല്ല, നമുക്കെന്തോ ഒരു കഴിച്ചൊരു ഫീൽ വരാത്ത പോലെ തോന്നും. എത്ര നമ്മൾ പുറത്തുനിന്ന് നല്ല ഭക്ഷണം വാങ്ങിച്ചാലും വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതിൻ്റെ ആ ഒരു സ്വാദും ആ ഒരു ഇതും നമുക്ക് എവിടെ ഇറങ്ങിയാലും കിട്ടില്ല. വീട്ടിൽ ചിലപ്പോൾ 1 2 കറികളായിരിക്കും, പക്ഷേ പുറത്തിറങ്ങിയാൽ 3 4 കൂട്ടം കറികളൊക്കെ ഉണ്ടാവും. എങ്കിലും ആ 1 2 കറി കൂട്ടി വീട്ടിൽ നിന്ന് കഴിക്കുന്നതല്ലേ ഒരു രസം. ഞാനിതൊക്കെ പറയാൻ കാരണം ഇന്ന് എനിക്ക് ഒട്ടും വയ്യ കേട്ടോ. രാവിലെ എഴുന്നേറ്റ് ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല. എനിക്ക് ഉണ്ടാക്കാനായിട്ട് വയ്യാന്ന് പറഞ്ഞാൽ ലോ BP ആയിട്ട് എനിക്ക് ഒന്നിനും വയ്യാതെ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഈ വീട്ടിൽ ഒന്നും വച്ചിട്ടില്ല, എടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഏട്ടനോട്ട് ചെയ്യാനും അറിയത്തില്ല കേട്ടോ. രാവിലെ ഇഡ്ഡലി വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇന്നലെ ചോറൊക്കെ ഇട്ട് വെച്ചിരുന്നത് കൊണ്ട് ചോറുണ്ടായിരുന്നു. ഇന്നലത്തെ മീൻകറി ഉള്ളതുകൊണ്ട് മീൻകറി ഉണ്ടായിരുന്നു. വേറെ ഒന്നും വയ്ക്കാനും പറ്റിയില്ല. ഏട്ടനോട്ട് വയ്ക്കാനും അറിയത്തില്ല. ഇപ്പോൾ നമ്മുടെ കുഞ്ഞു കുട്ടികൾ ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ അമ്മമാർ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു ജോലികളൊക്കെ ചെയ്യിപ്പിക്കുക കേട്ടോ. ഇപ്പോഴേ ചെയ്യിപ്പിക്കാനല്ല ഞാൻ പറഞ്ഞത്, കുറച്ചൊന്നും മെച്യൂർഡ് ആയ ശേഷം അവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പരിപാടികൾ. കാരണം അവരെവിടെയെങ്കിലും പോയാൽ ഇപ്പോൾ ഒരാൾ ഹെൽപ്പ് ചെയ്യാനില്ല എങ്കിലും അവരുടെ കാര്യം നോക്കാൻ മാത്രം സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അതെല്ലാം നമ്മൾ ചെറിയ രീതിയിൽ അവരെ പഠിപ്പിക്കുക കേട്ടോ. ഒരുപാട് വലിയ കാര്യങ്ങളൊന്നുമല്ല, ചെറിയ രീതിയിൽ. ഞാൻ ആദ്യമൊക്കെ വേദയെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം ഞാൻ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വേദയെ കൊണ്ട് ചെയ്യിപ്പിക്കും. കാരണം നമ്മളിതുപോലെ ഒരു ദിവസം കിടന്നു പോയാലും അവരുടെ കാര്യം നോക്കാൻ അവർ പഠിക്കണം. അതുകൊണ്ട് വേദ ഇപ്പോൾ അത്യാവശ്യം ഞാനൊന്ന് കിടന്നു പോയാലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. ഇന്നിപ്പോൾ വേദയ്ക്ക് സ്കൂളുള്ളതുകൊണ്ട് അതുകൊണ്ട് ചെയ്തുകൊണ്ട് നിൽക്കാനുള്ള സമയമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് പുറത്തുനിന്ന് വാങ്ങിയത് കേട്ടോ. ഇഡ്ഡലി സാമ്പാർ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ അറിയാമെന്നല്ല, ബ്രെഡ് ടോസ്റ്റ്, മാഗി അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിയാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത്രയെങ്കിലും നമ്മൾ കുഞ്ഞു കുട്ടികളല്ല, കുറച്ചൊന്ന് വലുതായാലും മക്കളെ പഠിപ്പിക്കുക. അപ്പോൾ ഏട്ടനെ പോലുള്ളവരുണ്ടെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണെന്നറിയോ? ഒരു മാഗിയൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചാലും ഒരു നേരം ആ മാഗിയൊക്കെ തനിയെ ഉണ്ടാക്കി കഴിച്ചാൽ നമുക്കൊരു സമാധാനമല്ലേ? ഇത് ഒന്നിനും പറ്റാതെ എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും? പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതാണെങ്കിൽ ഏട്ടനൊട്ട് ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെയൊക്കെ ഉള്ള ഒരാളുണ്ടാവുമ്പോൾ പുറത്തുനിന്ന് കഴിക്കാനും ഇഷ്ടമല്ല, വീട്ടിലോട്ട് ഉണ്ടാക്കി കഴിക്കാനും പറ്റത്തില്ല. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ എന്ത് ചെയ്യും? അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കളെ ചെറുതിലേ തന്നെ പല പല കാര്യങ്ങളും കുഞ്ഞു കുഞ്ഞായിട്ട് ശീലിപ്പിക്കുക, പഠിപ്പിക്കുക. അപ്പോൾ നമ്മൾ ഭാവിയിൽ അവർ തന്നെ വിഷമിക്കാണ്ടിരിക്കും. ശരിയല്ലേ?